പൊതുജനത്തിന്റെ മുമ്പാകെ വീണ്ടും അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അർത്ഥമായ നീതിയും ന്യായവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിച്ച് തിരികെ ലഭിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ പ്രശ്നങ്ങൾ രമ്യമായി ആത്യന്തികമായി ശാശ്വതമായി പരിഹരിക്കുവാൻ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിയമനിർമ്മാണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബായ സുറിയാനി സഭയുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് ഇവിടെ ഇന്ന് 9ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യാവകാശങ്ങളുടെ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ, മൗലികമായ അടിസ്ഥാന അവകാശങ്ങളുടെ, അതിലെല്ലാം ഉപരി യാക്കോബായ സുറിയാനി സഭയുടെ അതിജീവനത്തിൻ്റെ, വിശ്വാസ പോരാട്ടത്തിൻ്റെ, സത്യവിശ്വാസ സംരക്ഷണത്തിൻ്റെ അവകാശ സമരമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഒരു കോടതി വിധിയുടെ മറവിൽ ഇതിനകം 52 പള്ളികൾ ഞങ്ങൾക്ക് താൽക്കാലികമായി നഷ്ടപ്പെട്ടു. ഈ നഷ്ടങ്ങളുടെ മധ്യത്തിലും പക്ഷേ യാക്കോബായ സുറിയാനി സഭയുടെ ഒരു വിശ്വാസിയെ പോലും മാർവിഭാഗത്തിന് അടർത്തിയെടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് യാക്കോബായ സഭയുടെ ഭാഗത്താണ് സത്യവും നീതിയും ധർമ്മവും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. നാസി ഭീകരവാഴ്ചയുടെ കാലത്ത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവുകാരനായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം സംഗീതത്തിൽ താല്പര്യങ്ങൾ, നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്ന ഒരു യുവാവായിരുന്നു. ആ തടവറയുടെ മധ്യത്തിൽ ആ ഇരുട്ട് മുറിക്കകത്ത് തടവറയിൽ കഴിയുമ്പോഴും അദ്ദേഹം താൻ സ്നേഹിച്ചിരുന്ന ഗിറ്റാർ വായിച്ച് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. എന്നാൽ അധികാരികൾ അതൊരു വലിയ ശല്യമായി കണ്ട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗിറ്റാർ വാങ്ങി നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് സങ്കടവും ദുഃഖവും തോന്നിയെങ്കിലും തളരാതെ ദൈവം അദ്ദേഹത്തിന് നൽകിയ നാവ് കൊണ്ട് വായ്ത്താരി പാടി ദൈവത്തെ സ്തുതിച്ചു. അതും വലിയ ശല്യമായി കണ്ട അധികാരികൾ അന്ന് രാത്രി അവന്റെ നാവ് ഛേദിച്ചു കളഞ്ഞു. തന്റെ സർവസ്വമായിരുന്ന ഗിറ്റാറും തന്റെ നാവും നഷ്ടമായ മനുഷ്യൻ തന്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചു. അന്ന് വൈകുന്നേരം ആ മനുഷ്യന് തന്റെ കരങ്ങളും നഷ്ടപ്പെട്ടു. കരങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യൻ തോറ്റുപോകുമെന്ന് അധികാരികൾ കരുതി. പക്ഷേ അന്ന് അദ്ദേഹം ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന കാലുകൾ അനക്കി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ കാലുകളും ഛേദിക്കപ്പെട്ടു. ഇനി അവൻ എന്ത് ചെയ്യും എന്ന അധികാരികൾ ആകാംക്ഷയോടെ ഇരുന്നു. ഗിറ്റാറ് പോയി, നാവ് നഷ്ടപ്പെട്ടു, കരങ്ങൾ ഛേദിക്കപ്പെട്ടു, കാലുകൾ മുറിക്കപ്പെട്ടു. പക്ഷെ തളരാത്ത പോരാട്ട വീര്യത്തോടുകൂടി ആ മനുഷ്യന് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഇരുണ്ട മുറിയിൽ തന്റെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾ അനക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ വിശ്വാസ തീഷ്ണതയുടെ മുമ്പിൽ അധികാരികൾ തോറ്റുകൊടുത്തു. അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, നിന്റെ സംഗീതത്തെ ഞങ്ങൾക്ക് നശിപ്പിക്കാനാവില്ല, നിന്റെ സംഗീതം നിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അവന്റെ ഉള്ളിലുണ്ടായിരുന്ന സംഗീതത്തെ അവർക്ക് നശിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. അവര് തോറ്റു പിന്മാറുകയാണ് ചെയ്തത്. യാക്കോബായ സഭ ഇന്ന് ഈ യുവാവിനെ പോലെയാണ്. ഞങ്ങളുടെ എല്ലാമായിരുന്ന ആരാധനാലയങ്ങൾ 52 എണ്ണം ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു. ആരാധനാലയങ്ങളോട് ചേർന്നുള്ള സ്ഥാപനങ്ങൾ, കുരിശും തൊട്ടികളൊക്കെ പറിച്ചെടുത്തു. ഞങ്ങളെ ധാരാളം വസ്തുവകകൾ അവര് കൈയടക്കി. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഉള്ളിലെ വിശ്വാസ തീഷ്ണത, ജ്വലിക്കുന്ന വിശ്വാസത്തോടുകൂടി, തളരാത്ത പോരാട്ട വീര്യത്തോടുകൂടി യാക്കോബായ സഭ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ തൊടാനാവില്ല, ഞങ്ങളുടെ വിശ്വാസത്തെ തോൽപ്പിക്കാനാവില്ല, ഞങ്ങൾ ഇത് അതിജീവിക്കും, വി ഷാൽ ഓവർകം എന്ന്. അതാണ് യാക്കോബായ പോരാട്ട വീര്യം. ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും തളരാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് ഈ സമരത്തിൽ ഗാന്ധിജി കാണിച്ചു തന്ന സത്യാഗ്രഹത്തിന്റെ മാർഗം. അതിലെല്ലാം ഉപരി
യേശു ക്രിസ്തു കാണിച്ചു തന്ന അഹിംസയുടെ പാതയിൽ ധർമ്മത്തിന്റെ ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വിജയം കാണുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ്, ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ നിയമ മൂലമുണ്ടായിരിക്കുന്ന ഒരു കോടതി വിധി മൂലം ഉണ്ടായിരിക്കുന്ന നീതി നിഷേധം അതിജീവിക്കുവാനും പരിഹരിക്കുവാനും ഒരു നിയമം നിർമ്മിച്ച് നിയമനിർമ്മാണം വഴി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന പൊതുസമൂഹത്തിനും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ 9ാം ദിവസത്തെ സഹന സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നാനായ സമുദായത്തിന്റെ അന്ത്യോക്യ വിശ്വാസത്തിന്റെ പോരാട്ട വീര്യം എല്ലാ കാലത്തും പ്രദർശിപ്പിച്ചിട്ടുള്ള നാനായ സമുദായത്തിന്റെ കല്ലിശ്ശേരി മേഖലാധിപനും യാക്കോബായ സഭയുടെ എല്ലാ പോരാട്ടങ്ങളിലും കൂടെ നിന്ന് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന അഭിനന്ദ പിതാവായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. തിരുമേനി എല്ലാവരുടെയും പേരിൽ സവിനയം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ സത്യാഗ്രഹ സമരത്തിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കൊല്ലം ഭദ്രാസനത്തിന് അഭിനന്ദ പിതാവായ, കഴിഞ്ഞ ദിവസം പിതാവ് കൊല്ലം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഈ സമരത്തിന് 2ാം ദിവസം ഉജ്ജ്വലമായ നേതൃത്വം നൽകി പോരാട്ട വീഥികളിൽ സുധീരം സഭയെ നയിക്കുന്ന എന്ന് പിതാവായ മാത്യൂസ് മാർ തേവോദോസിസ് തിരുമേനിയാണ്. തിരുമേനിയെ നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ ഈ യോഗത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യും. ഈ സമരത്തിന്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാമായ യാക്കോബായ സഭയുടെ സഹന സമര നായകൻ പിതാവായ തോമസ് മാർ അലക്സാന്ദ്രിയോസ് തിരുമേനി എല്ലാ ദിവസവും ഇതിന്റെ നേതൃത്വം നൽകി ഞങ്ങളെ ഈ സഭ അനുഗ്രഹിക്കുന്നു. എന്ന് പിതാവായ മോർ അലക്സാന്ദ്രിയോസ് തിരുമേനിയെ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യും. ഈ സമരസമിതിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന കുടുംബസമേതം മീനങ്ങാടി മുതൽ ഇവിടെ വരെയുള്ള യാത്രയിലും തുടർന്നുള്ള സമരങ്ങളിലുമെല്ലാം സെമിത്തേരി ബില്ലിന് വേണ്ടി നടന്ന സമരങ്ങളിലുമൊക്കെ നിരന്തര സാന്നിധ്യമായി, സജീവ സാന്നിധ്യമായി ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോൺ ഐപ്പച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട MJ ദാനിയേൽ അച്ഛൻ, ഈ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരി അച്ഛൻ, ഓങ്ങുംകോട് പള്ളിയുടെ വികാരി അച്ഛൻ, തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മറ്റ് വൈദികർ, നാനായ സമുദായത്തിലെ വൈദികർ ഉൾപ്പെടെയുള്ള വൈദികരെ എല്ലാവരെയും ഈ സമരവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നും മറ്റ് ഭദ്രാസനങ്ങളിൽ നിന്നും ഒക്കെയായി, ഈ പള്ളിയിൽ നിന്നും ഓങ്ങുംകോട് പള്ളിയിൽ നിന്നും ഒക്കെയായിട്ട് പങ്കെടുക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെ പ്രത്യേകമായിട്ട് ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, കരുതൽ, ഇതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഈ യോഗത്തിന് സ്വാഗതം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ അഭിനന്ദ പിതാവായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇന്നത്തെ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദരായ അലക്സാണ്ടറിയോസ് തിരുമേനി, കൂറുലോസ് തിരുമേനി, തേവദോഷ്യസ് തിരുമേനി, വന്നു ചേർന്നിരിക്കുന്ന സ്നേഹനിധികളായ വൈദിക ശ്രേഷ്ഠരെ, മാധ്യമപ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് യാക്കോബായ സഭയുടെ അതിജീവനത്തിന്റെ, ആരാധന സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന്റെ നിയമനിർമ്മാണം കേരള സംസ്ഥാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റുകളിൽ നിന്നൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു വലിയ നടപടിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സഹന സമര ആഹ്വാനവുമായി ഓരോ ഭദ്രാസനത്തിലും അതിൻ്റെതായ വീര്യങ്ങൾ പകർന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഈ സഹന സമരം നടന്നതിന്റെ 9ാം ദിവസമാണ്. നിരണം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ യോഗം നടക്കുന്നത്. എനിക്ക് അതില് സന്തോഷമുണ്ട്. കാരണം ഞാൻ വാസ്തവത്തിൽ നിരണം ഭദ്രാസനത്തിന്റെ പരിധിക്കുള്ളിലുള്ള ഒരു ജ്ഞാനായ മെത്രാപ്പോലീത്ത എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട്
നിരണത്തിന്റെ ജന്മിയുണ്ട് ഇവിടെ, ഞാൻ അതിന്റെ അടിയാനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ സന്തോഷമാണ്. ഈ 9 ദിവസം പിന്നിടുന്ന സമരത്തിന് അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ യാതൊരുവിധമായ പ്രകോപനങ്ങളുമില്ലാതെ വളരെ സഹനത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി ഈ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് യാക്കോബായ സഭയോട് അനീതി കാണിക്കുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മറുപക്ഷത്തിന്റെ ഏറ്റവും നീചമായ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമാണ് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത്. കാരണം ചോരയും നീരും കൊടുത്ത് കല്ലും മണ്ണും ചുമന്ന് പടുത്തുയർത്തിയ ദേവാലയങ്ങൾ, ഒരംഗം പോലുമില്ലാത്ത ദേവാലയങ്ങൾ, 100-ന് 2 അല്ലെങ്കിൽ 3 എന്ന അനുപാതത്തിലുള്ള പള്ളികൾ ഒക്കെ ഓരോ വിധിയുടെ പേര് അതിന്റെ മറവിൽ പിടിച്ചെടുക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് മുമ്പേ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ കബറടങ്ങിയിരിക്കുന്ന സെമിത്തേരിയിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാത്ത കിരാതമായ നീചമായ, ഏറ്റവും ഈ ലോകത്തിൽ ഇരിക്കുന്ന ഒത്തിരി നീചന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളിലൊക്കെ നീച പ്രവൃത്തികൾ. കാരണം ആരാധനാ സ്വാതന്ത്ര്യവും വിശ്വാസം സംരക്ഷിക്കുവാനുള്ള അവകാശവും നിഷേധിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ വിഭാഗം എന്ന് പറയുവാൻ ഇവർക്ക് ലജ്ജയാവുന്നില്ലേ എന്ന് പലപ്പോഴും ഞാൻ ഓർക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ പാതയിലാണെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലുള്ളതായ നീച പ്രവർത്തനങ്ങൾ സാധിക്കില്ല. ഇത് പൈശാചിക ആത്മാവാണ് പ്രവേശിച്ചിരിക്കുന്നതെങ്കിൽ ഈ കിരാതമായ പ്രവർത്തനങ്ങൾ ഒരമ്മയുടെ അല്ലെങ്കിൽ പലരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുവാൻ കഴിയാതെ എന്നിട്ടുള്ള സന്ദർഭം കട്ടച്ചിറയൊക്കെ നമുക്കറിയാം. ഇത് കാണുന്ന പല പള്ളികളിലും, മുളന്തുരുത്തി പള്ളിയായാലും കോലഞ്ചേരി പള്ളിയായാലും പിറവം പള്ളിയായാലും ഇപ്പോൾ നോട്ടമിട്ടിരിക്കുകയാണ് കോതമംഗലം ചെറിയ പള്ളി. അതിനുശേഷം മറ്റ് യാക്കോബായ സഭയുടെ ശിലാകേന്ദ്രങ്ങൾ, വിശ്വാസ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പിടിച്ചെടുക്കുവാനുള്ളതായ ഉദ്യമം, ഇത് കാടത്തമാണ്. ഇത് വാസ്തവത്തിൽ പിശാചിന്റെ പ്രവർത്തനമാണ്. എന്നാൽ ഇവിടെ ഭരണഘടന തരുന്ന അവകാശങ്ങളും വിശ്വാസ സംരക്ഷണവും ആചാര അനുഷ്ഠാനങ്ങളും നടത്തുന്നതിനുള്ള അവകാശത്തെ ധിക്ഷിക്കുന്നതായ പരിപാടികൾ നിർത്തുവാൻ ഈ ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തണം. അതാണ് നമ്മുടെ ആവശ്യം. ഈ നിയമനിർമ്മാണത്തിന്റെ പിന്നിൽ ഒരു പള്ളിയും പിടിച്ചെടുക്കുന്നതിനല്ല. ഇന്ന് വരെ യാക്കോബായ സഭ ഒരു പള്ളിയും പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ പാതയിലാണെന്ന് പറയുവാൻ കാരണം, പിശാചിന്റെ പാതയിലല്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തു ഈ വിശ്വാസം സംരക്ഷിക്കണം. അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, ഭരണതരത്തിലുള്ള അനുകൂലതകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് പിടിച്ചെടുക്കുവാനല്ല. ഇന്ന് അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ആർജവത്വമുള്ള ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിനുണ്ട്. ഭരണ സംവിധാനം, ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെയുണ്ട്. ജനപിന്തുണ ഏറ്റവും നേടിയെടുക്കുന്നതായ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വടക്കൻ ഭാഗത്ത് ചെന്ന് ഒരു മറുപക്ഷത്തിലെ ഒരു അച്ഛന് സാന്നിധ്യത്തിൽ മറുപടി പറഞ്ഞപ്പോൾ അതിന്റെ മീഡിയ ഡയറക്ടറായിരിക്കുന്ന ഒരു മെത്രാച്ചൻ പറഞ്ഞു, പിണറായി എന്നും എടായെന്നും എടോയും എന്നൊക്കെ പറയുന്ന സംസ്കാരം, അത് അത്ര അധമമായ സംസ്കാരം ആയതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്രമാത്രം അവഹേളിച്ച് സംസാരിക്കുവാൻ. അദ്ദേഹം സത്യം പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ ആപ്പാടെ സ്റ്റേജിൽ നിന്ന് വിരളി മുട്ടു. അതിന് മറുപടിയായിട്ട് മെത്രാച്ചന്മാര് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് നിരക്കാത്ത വണ്ണമുള്ള പരാമർശനങ്ങൾ പറയുന്നത് ദുഃഖത്തോടുകൂടി ഓർക്കുക. വേറൊരു ആള് വിശുദ്ധ മദ്ബഹായിൽ നിന്ന് പറഞ്ഞു, ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ നമുക്കൊരു പള്ളി കിട്ടുമെങ്കിൽ നമുക്ക് എന്നാ കുഴപ്പം എന്ന്. എന്നാൽ ഈയിടെ ഉണ്ടായിരുന്ന നമുക്കറിയാം, അടക്കാരാജ് പറഞ്ഞു, കോടികൾ തന്നാലും ഞാൻ കള്ളം പറയില്ല.
ഇവിടെ എവിടെയാണ് ഇത് ആരാണ് വിശുദ്ധൻ, ആരാണ് അവിശുദ്ധൻ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ സമര സഹനത്തിന് ഓരോ ഭദ്രാസനവും പിന്തുണ കൊടുക്കുമ്പോൾ അതിനെല്ലാം മൊത്തമായി അഭിനന്ദനായ അലക്സാണ്ടറോസ് തിരുമേനി ഈ സഹന സമരത്തിന്റെ ഒരു വർഷം മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നടന്നതായ സഹന സമരത്തിന്റെ അനുഭവങ്ങൾ അറിയാം. അന്ന് ഈ ഗവൺമെന്റ് വളരെ ആർജവത്തോടുകൂടി ധീരതയോടുകൂടി എല്ലാ വിഭാഗങ്ങളുടെയും അവകാശങ്ങളും വിശ്വാസവും സംരക്ഷിച്ച ആ നിയമനിർമ്മാണം ഉണ്ടായെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അവരവരുടെ വിശ്വാസം പരിപാലിക്കുവാനുള്ള അവകാശം ഉണ്ടാകുന്ന നിയമങ്ങൾ ഉണ്ടാക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് പോകുവാൻ ധൃതിയുണ്ട്. ആ അപേക്ഷ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മുമ്പാകെ സമർപ്പിച്ച എല്ലാ മെത്രാച്ചന്മാർക്ക് വേണ്ടി, യാക്കോബായ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജ്ഞാനായ സമുദായം എന്നും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അന്ത്യോക്യ വിശ്വാസത്തിൽ, യാക്കോബായ വിശ്വാസത്തിന് മുഴുവൻ പിന്തുണയും കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അന്ത്യോക്യ വിശ്വാസം, അന്ത്യോക്യ മലങ്കര ബന്ധം എന്നും നിലനിൽക്കുവാനായി, അന്ത്യോക്യ ജ്ഞാനായ ബന്ധം എന്നും നിലനിൽക്കുവാനായി, അതിലൂടെ മലങ്കര സഭ, യാക്കോബായ സഭയുടെ വിശ്വാസ സത്യങ്ങൾ ദൃഢമാക്കപ്പെടുന്നതിന് പൂർണ്ണമായി സഹകരിച്ച് പൂർണ്ണമായി എല്ലാ പിന്തുണയും എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സഹന സമരത്തിന്റെ 9ാം ദിവസത്തെ ഈ സമര പരിപാടികൾ ദൈവനാമത്തിൽ, പരിശുദ്ധന്മാരുടെ നാമത്തിൽ, പരിശുദ്ധ സിംഹാസനത്തിന്റെ അന്ത്യോക്യയുടെ പാത്രികന്മാരുടെയും മലങ്കരയുടെ ഭരണ സംവിധാനത്തിലുള്ള എല്ലാ കാതോലിക്കാബായയുടെയും മെത്രാന്മാരുടെയും നാമത്തിൽ ഈ യോഗം ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്നറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ജ്ഞാനായ സമുദായം യാക്കോബായ സഭയുടെ അവിഭാജ്യ ഘടകമാണ്. യാക്കോബായ സഭയുടെ ഏത് വേദനയും തങ്ങളുടെ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വേദനയിൽ പങ്കാളിയായി തീരുവാൻ തക്ക വേണം അഭിമന്യ പിതാവ് കാണിച്ച വലിയ മനസ്സിനെ നന്ദിയോടെ ഓർക്കുകയും നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുള്ളൂ എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത അഭിമന്യ പിതാവിനോടും സമുദായത്തോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അഭിമന്യ ദേവദാസ് തിരുമേനിയെ വിനയത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യാക്കോബായ സുറിയാനി സഭയുടെ നീതി തേടിയുള്ള സകല സമരത്തിന്റെ 9ാം ദിവസമായ ഇന്ന് പരിശുദ്ധ സഭയുടെ നിരണം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ സമരത്തിന്റെ മുഖ്യ നായകനായിരിക്കുന്ന അഭിമന്യ പിതാവായ കൂറിലോസ് തിരുമേനി, പരിശുദ്ധ സഭയുടെ സമരനായകൻ അഭിമന്യ പിതാവായ മോർ അലക്സാണ്ടറിയോസ് തിരുമേനി, ഇന്ന് ഈ സഹന സമരം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ പിതാവായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഈ സഹന സമരത്തിൻ്റെ കൺവീനർ ജോൺ ഐപ്പച്ചൻ, നിരണം ഭദ്രാസന സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട നോബിളച്ചൻ, നിരണം ഭദ്രാസനം വന്നുചേർന്നിട്ടുള്ള ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, നിരണം ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസനത്തിലെ ഷവലിയാർമാർ, അതുപോലെ തന്നെ വനിതാ സമാജം പ്രവർത്തകർ, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, വിശ്വാസികളുടെ സമൂഹമേ, യാക്കോബായ സഭ നീതി തേടി 9 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സഹന സമരം നടത്തുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനവിഭാഗത്തിന്റെ മുറവിളി കേട്ടില്ല എന്ന് നടിക്കുവാൻ ഈ സമൂഹത്തിന്, ഈ സംസ്ഥാനത്തിന്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് അത് കഴിയുകയില്ല എന്നുള്ളത് നാം മറന്നുപോകരുത്. എന്തെന്നാൽ നീതി ദേവത കണ്ണുമൂടി തുലാസ് അളന്ന് നീതിയെ എല്ലാവർക്കുമായി വിഭാഗിച്ചു കൊടുക്കുമ്പോൾ മുഖപക്ഷം കൂടാതെ കണ്ണുമൂടിയിരിക്കുന്ന നീതി ദേവതയ്ക്ക് തെറ്റുപറ്റുക എന്നുള്ളത് സംഭവ്യമല്ല. എന്നാൽ ഇവിടെ നീതി ദേവത പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി നമുക്ക് കാണുവാൻ കഴിയും. എന്തെന്നാൽ ഭൂരിപക്ഷം ജനവിഭാഗത്തെ പെരുവഴിയിലേക്ക് ഇറക്കിപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷത്തിന് വേണ്ടി
ഭൂരിപക്ഷം പടുത്തുയർത്തിയ പള്ളികളും സ്ഥാപക ജംഗമ സ്വത്തുക്കളും മെച്ചപ്പെടുത്തി വിശ്വാസത്തിൽ നിന്നും അവരെ ആട്ടിപ്പുറത്താക്കുകയും അവരെ നിഷ്കരണം ദ്രോഹിക്കുകയും ചെയ്യുന്ന നടപടി അവസാനിപ്പിച്ചുകൊണ്ട് യാക്കോബായ സഭയ്ക്ക് തങ്ങളുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ തലമുറകളായി ആരാധിക്കുവാൻ നിർമ്മിച്ചിട്ടുള്ള പള്ളികളുടെ അവകാശം തിരികെ നൽകുവാനും അതുപോലെ തന്നെ കേരളത്തിൽ ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ട് എല്ലാവരും ഐക്യത്തോടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനുമായി ഒരു നിയമം നിർമ്മിച്ച് ഈ സമാധാന അന്തരീക്ഷത്തിൽ ഈ സമൂഹത്തെ നിലനിർത്തുവാൻ പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോടും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാം സമരം നടത്തുന്നത്. ഇത് ആരെയും തോൽപ്പിക്കുവാനോ വെല്ലുവിളിക്കുവാനോ അതുപോലെ തന്നെ ആരെയും തോൽപ്പിക്കുവാനോ അല്ല, പിന്നെയോ നമ്മളുടെ അവകാശം ഓരോ പൗരനും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആ വ്യക്തിപരമായ അവകാശം നിലനിർത്തി കിട്ടുവാനും അത് ലോകാവസാനത്തോളം നിലനിർത്തുവാനും വേണ്ടിയുള്ള ഒരു സഹന സമരമാണ്. ഇത് ഗാന്ധിജി വിഭാവനം ചെയ്ത രീതിയിൽ അഹിംസയുടെ മാർഗത്തിലൂടെ, സ്നേഹത്തിന്റെ പാതയിലൂടെ, വിട്ടുവീഴ്ചയുടെ പാതയിലൂടെ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഈ സമൂഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നീതി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മളുടെ ഈ അവകാശ സംരക്ഷണ സമരത്തിന് ഈ ജനങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. സഭ അവരെ പരിഗണിക്കും എന്നുള്ളത് ഇന്നത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അധികം നീട്ടുന്നില്ല. ഈ സഹന സമരത്തിൻ്റെ 9ാം ദിവസം ഇവിടെ എത്തിച്ചേർന്ന് സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ സാധിച്ചുള്ള സന്തോഷമറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നീതിക്ക് വേണ്ടിയുള്ള സഭയുടെ ദാഹം ശമിച്ചേ മതിയാകൂ. അതിനുവേണ്ടി ഏതറ്റം വരെ സഭ പോകുമെന്ന് നമ്മോടൊപ്പം നിന്നത് ഉറപ്പു നൽകിയ അഭിനന്ദ പിതാവിനുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നിരണം ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട നോബിൾ അച്ഛൻ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യോഗത്തിന്റെ അധ്യക്ഷൻ അഭിനന്ദ പിതാവായ മത്യൂസ് മാർ തേവോദോസ് തിരുമനസ്, യോഗം ഉദ്ഘാടനം ചെയ്ത ജ്ഞാനായ കല്ലിശ്ശേരി അധിപൻ അഭിനന്ദ പിതാവായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, യോഗത്തിന് സ്വാഗതം ആശംസിച്ച് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന നിർണഭദ്രാസന അധിപൻ അഭിനന്ദ പിതാവായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, ശ്രീയാനി സഭയ്ക്കുന്ന അഭിമാനവും സമരങ്ങളുടെ നായകനുമായി പരിശുദ്ധ സഭയ്ക്ക് നല്ലൊരു ഓജസ്സും തേജസ്സും നൽകിക്കൊണ്ട് മുംബൈ ഭദ്രാസനത്തിന്റെ അധിപനുമായിരിക്കുന്ന അഭിനന്ദ പിതാവായ അലക്സാണ്ട്രിയസ് തിരുമേനി, അലക്സാണ്ട്രിയസ് പിതാവിനോട് ചേർന്ന് ഈ സമരത്തിന് പിന്തുണ നൽകി എല്ലാ കാര്യങ്ങളും ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ഐ ബച്ചൻ, ഈ ഇന്നത്തെ 9ാം ദിവസത്തെ ഈ സഹന സമരത്തിന് നേതൃത്വം വഹിക്കുന്നതിനും കടന്നു വന്ന നിർണഭദ്രാസനത്തിലെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, കൗൺസിൽ അംഗങ്ങള്, ഭദ്രാസനത്തിലെ വിവിധ ഭക്തസംഘടനാ പ്രവർത്തകര്, ഇതിനോട് ചേർന്ന് സഹകരിക്കുന്ന തിരുവനന്തപുരം ഓങ്ങുമൂട് പള്ളികളിലെ ബഹുമാനപ്പെട്ട ഭാരവാഹികളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അഭിനന്ദ പിതാക്കന്മാര് ഇവിടെ പ്രസംഗത്തിലൂടെ ഈ സഹന സമരത്തിന്റെ സാഹചര്യങ്ങളെ വളരെ അർത്ഥവത്തായ രീതിയിൽ, സ്പഷ്ടമായ രീതിയിൽ നമ്മളോടൊക്കെയും ഉത്ബോധിപ്പിച്ചു. ഈ സമരം എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും അവകാശങ്ങളെ കവർന്നെടുക്കുവാനോ ആരുടെയും അവകാശത്തിന്മേൽ കടന്നു ചെല്ലുന്നതിന് വേണ്ടിയല്ല. ഞങ്ങളുടെ പൂർവികര് കല്ലും മണ്ണും ചുമന്ന് കഷ്ടപ്പെട്ട് തങ്ങളുടെ അനന്തരാവകാശികള് സത്യസുറിയാനി സഭയുടെ മക്കളായി ജീവിക്കുവാനും അവർ കണ്ടെത്തിയതായ ദൈവിക സത്യവും ആ സ്വർഗീയ രഹസ്യവും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി അവരുടെ അധ്വാന ഫലമായി സംസ്ഥാപിക്കപ്പെട്ടതായ പരിശുദ്ധ ദേവാലയവും അതിലെ വിശ്വാസ സംഹിതകളും ആരാധന രീതികളും വരും തലമുറയ്ക്ക് പകർന്നു
നൽകുന്നതിന് വേണ്ടി സംസ്ഥാപിച്ചതായ ദേവാലയം. ആ ദേവാലയം ആരുടെയും പറമ്പിലോ ആരുടെയും വസ്തു കട്ടുമുട്ടിച്ചോ അല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് ഒരു വാങ്ങിയിട്ടുള്ളതായ വസ്തുക്കളില് എല്ലാ നിയമ നടപടികളും പൂർത്തീകരിച്ച് ഗവൺമെന്റിന്റെ പരിപൂർണമായ അധികാരത്തോടുകൂടി മാത്രം സംസ്ഥാപിക്കപ്പെട്ടതായ ഓരോ ദേവാലയങ്ങളും ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും പൂർത്തീകരിച്ചാണ് ഈ ദേവാലയങ്ങളൊക്കെ ഇവിടെ സംസ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഏതൊരു ദേവാലയവും സ്ഥാപിക്കുന്നതിനൊരു ഉദ്ദേശം അതിന്റെ രജിസ്ട്രേഷൻ നടപടിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്നതായ അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഒരു നിയമം സംഹിതയിലൂടെ സാധിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ 80 ദിവസമായി തുടർന്നു വരുന്ന സമരം മുൻപോട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആർജവമുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ നിന്നുണ്ട്. ലോകമൊക്കെയും പ്രശസ്തി ആർജിച്ചൊരു പ്രധാനമന്ത്രി ഭാരതത്തിനുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് സുറിയാനി സഭയ്ക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഓരോ പള്ളികളുടെയും സ്ഥാപന ഉദ്ദേശം മനസ്സിലാക്കി ആ പള്ളികളുടെ സ്ഥാപന ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഏത് ആവശ്യത്തിനു വേണ്ടി ഏതൊരു വിശ്വാസത്തിൽ നിലനിർത്തുന്നതിനു വേണ്ടി ദേവാലയം സംസ്ഥാപിച്ചോ ആ വിശ്വാസവും ആ സ്ഥാപന ഉദ്ദേശവും നിലനിർത്തി കിട്ടണം. അത് ഒരു റഫറൻഡം നടത്തിയൊരു അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി ആ ഇടവകകളിൽ സംസ്ഥാപിച്ചു കിട്ടണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ആരുടെയും വസ്തുവിൽ കയ്യേറുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ സമരം എന്നുള്ളത് സമൂഹം തിരിച്ചറിയണം. കോടതി വിധി എന്ന് പറയുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം. കോടതിയില് നീതിന്യായ വിധി വ്യവസ്ഥയാണ് കോടതിയിൽ നടപ്പാക്കേണ്ടത്. ഈ യാക്കോബ ഇപ്പോൾ 2017 ജൂലൈ മാസം 3-ാം തീയതി നടന്ന കോടതി വിധിയുടെ സത്യാവസ്ഥ ഇന്ന് ലോകത്തിന് മുഴുവനും അറിയാം. അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് കോടതി ആ ജഡ്ജ്മെന്റ് നടത്തിയ ജഡ്ജിയെ കുറിച്ച് ഭാരതത്തിലെ എല്ലാവർക്കും അറിയാം. നമ്മളാരെയും വിമർശിക്കുവാനോ കുറ്റം പറയുവാനോ അല്ല. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ വിധിയിലൂടെ നഷ്ടപ്പെട്ടതായ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു നിയമനിർമ്മാണം നടത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരങ്ങൾ നടത്തുന്നത്. ഈ സഹനം ഞങ്ങളുടെ വരും തലമുറ ഇതുപോലെ ഒരു അവസ്ഥയിലാകാതെ അവർ സ്വതന്ത്രമായി ആരാധിക്കുവാനും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും ഞങ്ങളുടെ പൂർവികർ കാണിച്ചതായ പാരമ്പര്യങ്ങളും വിശ്വാസ സംഹിതകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവർക്കൊരു അവകാശം ലഭിക്കണം. വേദപുസ്തകത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പരാമർശിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികളെന്ന് നാമം ലഭിച്ചതെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ആ അന്ത്യോക്യയിൽ ആരംഭിച്ചതായ സംസ്ഥാപിച്ചതായ ആ വിശ്വാസവും ആ ഒരു ക്രൈസ്തവ പാരമ്പര്യവുമാണ് ഈ സുറിയാനി സഭയുടെ മക്കൾ, ഭാരതത്തിലെ സുറിയാനി സഭാ മക്കളായി ഞങ്ങൾ ഇന്ന് പുലർത്തിപ്പോരുന്നത്. ക്രിസ്ത്യാനികളെ പരാമർശിച്ച വേദോസത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അന്ത്യോക്യ എന്ന പേരോട് ചേർത്തുള്ള ആണെങ്കിൽ ഇത് ഈ സുറിയാനി സഭ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. അപ്പോസ്തല കാലം മുതൽ സംസ്ഥാപിച്ചതായ ഈ പരിശുദ്ധ സഭ ആ ഒരു പാരമ്പര്യം അതാണ് പൂർവികരായി അന്ത്യോക്യയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതായ സത്യസുറിയാനി സഭ പിതാക്കന്മാര് ഇവിടെ കാലാകാലങ്ങളിൽ എഴുന്നള്ളി വന്ന് അവിടുത്തെ അന്ത്യോക്യൻ ആരാധനാ രീതികളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അവിടുത്തെ പഠിപ്പിക്കലുകളും പൂർവികര് യേശുക്രിസ്തു പഠിപ്പിച്ചതായ ആ പാരമ്പര്യവും ആ വിശ്വാസങ്ങളും സ്ലീഹന്മാർ വഴിയായി പിതാക്കന്മാർ വഴിയായി സംസ്ഥാപിച്ചതായ ആ ഒരു സത്യവിശ്വാസവും ആ ഒരു പാരമ്പര്യവും നിലനിർത്തി ഞങ്ങളുടെ വരും തലമുറയ്ക്ക് അത് കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ സഹന സമരങ്ങൾ ഇവിടെ നടത്തുന്നത്. ഇത് നീതിയിലൂടെയും നിയമത്തിലൂടെയും സംസ്ഥാപിച്ചു കിട്ടുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആർജവം കാട്ടി സുറിയാനി സഭയോട് നീതി നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി നടത്തുന്ന സഹന സമരം ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുവാനും സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നടത്തുമ്പോൾ സമൂഹത്തിന് എല്ലാവരുടെയും താല്പര്യവും എല്ലാവരുടെയും ഒരു സഹകരണം ഞങ്ങളോടുകൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും സഹന സമരത്തിന് നിർണഭദ്രാസന നേതൃത്വം നൽകുമ്പോൾ തുടർന്നുള്ളതായ ഈ സമര സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിർണഭദ്രാസൻ അഭിനയ പിതാവിനോടൊപ്പം വന്നുചേർന്നിരിക്കുന്ന നിർണഭദ്രാസനത്തെ എല്ലാ സംസ്ഥാനങ്ങളോടൊപ്പം എല്ലാ പിന്തുണയും ഇതിനോട് അറിയിച്ചുകൊണ്ടും ഈ ഒരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയിൽ നിരണം ഭദ്രാസനങ്ങളിൽ ചെറിയ ഭദ്രാസനമാണെങ്കിലും സഭയുടെ സത്യവിശ്വാസം നിലനിർത്തുന്നതിന് ഏറെ മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭദ്രാസനം എന്ന നിലയിൽ സഭ വളരെ അഭിമാനത്തോടെയാണ് ആ ഭദ്രാസനത്തെ കാണുന്നത്. വീണ്ടും ഏത് അറ്റം വരെ പോകുന്നതിനും ഈ സഭയോടൊപ്പം നിരണം ഭദ്രാസനം ഉണ്ട് എന്ന് അസന്നിഗ്ധമായി ഉറക്കെ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട
സെക്രട്ടറി അച്ഛനോട് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ സ്ഥാപന ഉദ്ദേശം നിലനിൽക്കണമെന്ന അദ്ദേഹത്തിന്റെ ശക്തമായ ആഹ്വാനം നമുക്ക് പ്രചോദനം നൽകുന്നു. ആ ഭദ്രാസനത്തെ നന്ദിയോടെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഇപ്പോൾ സഭയുടെ ഒരു അനുഗ്രഹമാണ് സേവേറിയസ് അച്ഛൻ. അച്ഛൻ ഇപ്പോൾ നമുക്കൊരു ഗാനം പാടി നമുക്ക് ശക്തി പകരുന്നതായിരിക്കും. പ്രകാശമേ നയിക്കുകെന്റെ നീ ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേള അന്ധകാരപൂർവമായ രാത്രിയാണ് പോൽ എൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. അന്ധകാരപൂർവമായ രാത്രിയാണ് പോൽ എൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാ. ഞാൻ കടന്നു പോന്ന കാലമോർക്കിലെങ്കിലോ ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാ. എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന തോന്നയാ. നിന്റെ രക്ഷണീയ പാത നേടിടാതെ ഞാൻ എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയാ. നിന്റെ രക്ഷണീയ പാത നേടിടാതെ ഞാൻ. നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഭാസുരാഭ ചേർന്നിടുന്ന പൊന്നുഷസിന ഭീതിലേശമേശിടാത്ത നാളെ നോക്കി ഞാൻ. ഭാസുരാഭ ചേർന്നിടുന്ന പൊന്നുഷസിന ഭീതിലേശമേശിടാത്ത നാളെ നോക്കി ഞാൻ. എന്നിൽ മാത്രം ആശ വച്ചു ഞാൻ കടന്നു പോയി. നിൻ മനസ്സിലോർത്തിടാതെ നീ നയിക്കണേ. എന്നിൽ മാത്രം ആശ വച്ചു ഞാൻ കടന്നു പോയി. നിൻ മനസ്സിലോർത്തിടാതെ നീ നയിക്കണേ. നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. മുൾപടർപ്പിലൂടെ ജലപ്പരപ്പിലും നിർജ്ജനം മഹീതലം കടക്കുവോളവും. മുൾപടർപ്പിലൂടെയും ജലപ്പരപ്പിലും നിർജ്ജനം മഹീതലം കടക്കുവോളവും. ഇത്ര നാൾ വരെ അനുഗ്രഹിച്ച നിൻകരം നിശ്ചയം നയിക്കുമെന്നതെന്തുമോർക്കു ഞാൻ. ഇത്ര നാൾ വരെ അനുഗ്രഹിച്ച നിൻകരം നിശ്ചയം നയിക്കുമെന്നെ എന്നുമോർക്കു ഞാൻ. നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക
നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക രാത്രി തന്നിരുൾ മറഞ്ഞ പൊൻപ്രഭാതമാ വാനവർ പൊഴിച്ചിടുന്ന മന്ദഹാസവും രാത്രി തന്നിരുൾ മറഞ്ഞ പൊൻപ്രഭാതമാ വാനവർ പൊഴിച്ചിടുന്ന മന്ദഹാസവും ഏറെ ഏറെ ഞാൻ കൊതിച്ചു കാത്തിരുന്നൊരാ നല്ല നാൾ സ്വാഗതം ഉതിർത്തിടുന്നിതാ ഏറെ ഏറെ ഞാൻ കൊതിച്ചു കാത്തിരുന്നൊരാ നല്ല നാൾ സ്വാഗതം ഉതിർത്തിടുന്നിതാ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നിത്യമാപ്രകാശമേ നയിക്കുകെന്നെ നീ ചുറ്റിനും ഇരുൾ പടർന്നിടുന്ന വേളയിൽ അന്ധകാരപൂർവമായ രാത്രിയാണ് എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ അന്ധകാരപൂർവമായ രാത്രിയാണ് എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക നീ നയിക്കുക സാദരം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നമ്മുടെ വായും മൂക്കും ഇപ്പോൾ കണ്ണു മൂടിക്കെട്ടിയ അവസ്ഥയ്ക്ക് നമ്മുടെ മനസ്സിന് കുളിർവ് നൽകി നല്ലൊരു ഗാനം ആലപിച്ച് നമുക്ക് ആശ്വാസം പകർന്ന് അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ഈ യോഗത്തിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിന് അഭിമന്യ അലക്സാണ്ടർ തിരുമേനി സമരനായകനെ വിനയത്തോടെ ക്ഷണിക്കുകയും ചെയ്യും. അഭിയന്യ പിതാവായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, അഭിയന്യ പിതാവായ തെമോദോസിയോസ് തിരുമേനി, മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നീതി നിഷേധിക്കപ്പെട്ട യാക്കോബായ സഭയുടെ വേദന പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. മതമേലധ്യക്ഷന്മാരും വിവിധ ക്രൈസ്തവ സഭയുടെ മഹാപുരോഹിതന്മാരും ഇത് അനീതിയാണ്, ഇത് അധർമ്മമാണ് എന്ന സമൂഹത്തോട് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ വേദനകൾ ഒപ്പുവാൻ, നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകും എന്ന് നമുക്കൊരു ശുഭ പ്രതീക്ഷയുണ്ട്. കാരണം കേരള അസംബ്ലി ഈ കേരളത്തിലെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ സമയങ്ങള്. നമ്മൾ തീർച്ചയായും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഈ പൊതുസമൂഹത്തെ കുറിച്ച് ഈ അസംബ്ലിയിൽ വിവിധ MLA-മാരെ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകൾ കാണാതിരിക്കരുത്, ഞങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കരുത്. ഈ നിയമസഭ ഒടുവില് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം, ഒരു നിയമം ഉണ്ടാക്കിയ മറ്റു അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ പ്രതീക്ഷയാണ്. കാരണം ഞങ്ങൾ ഈ കേരള സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പണിത പള്ളികളാണ് ഞങ്ങളുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ദേവാലയങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ
സാധിക്കുന്നില്ല. ഇന്ന് അനേകർ കണ്ണുനീരിന്റെ മധ്യത്തിലാണ് ശവസംസ്കാരം പോലും മാന്യമായി നടത്തുക. അതായത് ഞങ്ങളുടെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസമുള്ള പുരോഹിതന്മാരെ കൊണ്ട് കബറടപ്പിക്കുവാൻ അല്ലെങ്കിൽ അഗ്നി ശുശ്രൂഷ പോലും നടത്തുവാൻ സെമിത്തേരിയിൽ കയറുവാൻ പറ്റാത്ത അവസ്ഥയിൽ യാക്കോബായ വിശ്വാസികൾ ഇന്ന് നേരുകയാണ്. ഓരോ പൗരനും അല്ലെങ്കിൽ ഓരോ മതത്തിനും ആണ്ടുബലി ഇടുക എന്ന് പറയുന്നത് അതിൽ നിന്ന് മരിച്ച ദിവസമാണ്. ഞങ്ങളേറെ പ്രതീക്ഷയോടെ അസംബ്ലി മണ്ഡലത്തിലേക്ക് ഞങ്ങളെ കുറിച്ച് ഒരു വാക്കെങ്കിലും അസംബ്ലി മണ്ഡലത്തിൽ മുഴങ്ങും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഗവൺമെന്റ് തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം കോതമംഗലം പള്ളി കേസിൽ ഒരു ജഡ്ജി തന്നെ ചോദിച്ചു. അതിന് മറുഭാഗത്ത് അഡ്വക്കേറ്റ് വാദിക്കുകയാണ്. CRPF കൊണ്ടുവന്ന് വെടിവെച്ചിട്ടാണെങ്കിലും തരക്കേടില്ല, തല്ലിക്കൊണ്ടിട്ടാണെങ്കിലും തരക്കേടില്ല, ഞങ്ങൾക്ക് ആ പള്ളി പിടിച്ചു തരണം. അവിടെ പൊതുസമൂഹം മനസ്സിലാക്കണം, കേവലം 7 വീട്ടുകാർ മാത്രമുള്ള മെത്രാൻകക്ഷി വിഭാഗം മാത്രമുള്ള കോതമംഗലം പള്ളി നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായ പള്ളി, അവിടെ കബറടങ്ങിയിരിക്കുന്ന പിതാവ് മെത്രാൻകക്ഷിക്കാരെ ഉദ്ധരിക്കുവാൻ വേണ്ടി വന്നതല്ല. അവിടെ കബറടങ്ങിയിരിക്കുന്ന പിതാവ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ട പിതാവാണ്. ഈ മലമ്പരയിൽ അന്ത്യോക്യ സിംഹാസനത്തിന്റെ വിത്തുകൾ പാകുക അല്ലെങ്കിൽ വിത്തുകൾക്ക് വളമിടുവാൻ വേണ്ടി വന്ന ഒരു പിതാവാണ്. ആ പിതാവിന്റെ കബറിന് വേണ്ടിയാണ് ഈ മെത്രാൻകക്ഷി വിഭാഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഡ്വക്കേറ്റിന്റെ മുഖത്ത് നോക്കി ജഡ്ജി ചോദിച്ചു, സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമല്ലേ എന്ന്. ഒരു അക്രൈസ്തവനായ ജഡ്ജി ഒരു ക്രൈസ്തവ സമൂഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ നിങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണോ എന്നല്ലേ അതിന്റെ ധ്വനി. ഇത് ഇതുവരെയും മെത്രാൻകക്ഷി വിഭാഗത്തിന് മനസ്സിലായിട്ടില്ലേ? ഞാൻ സാധാരണക്കാരായ മെത്രാൻകക്ഷി വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ നേതൃത്വത്തിൽ പിശാച് ബാധിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങണം. ഒരു ജഡ്ജി പോലും നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ ശരീരമായ സഭയല്ലേ എന്ന്. ലജ്ജയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് മെത്രാൻകക്ഷി വിഭാഗത്തിലെ സാധാരണ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കണം. നിങ്ങളുടെ നേതാക്കന്മാരോട് പറയണം, ഇത് അധർമ്മമാണ്. നിങ്ങൾ തന്നെ ഓരോ പള്ളികളിലും പ്രമേയങ്ങൾ പാസാക്കണം. ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കണം, ഈ നിയമം കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് ഈ തർക്കങ്ങൾ നീണ്ടുപോകുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് സാധാരണക്കാരായ വിശ്വാസികൾ നിങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുക. നമ്മുടെ അടുത്ത തലമുറയെങ്കിലും കക്ഷിരഹിതമായി അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ സ്വന്തമായി ആരാധിക്കുവാനുള്ള ഒരു അനുഭവം ഉണ്ടാക്കുവാൻ നിങ്ങളും ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ സമയം എന്നെ എനിക്കറിയിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, കടമയിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് ഈ സഹന സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിരണഭദ്രാശ്രമമാണ്. അഭിയന്ത്രി തിരുമേനിക്ക് നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷ വഹിക്കുന്ന അഭിയന്ത്രി തിരുമേനി എന്നും പറയാം. നിരണഭദ്രാശ്രമം ഏറ്റവും ചെറിയ ഭദ്രാശ്രമമാണ്. പക്ഷെ ഞാൻ പറയാം, വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിരണഭദ്രാശ്രമം എല്ലാം മുൻപന്തിയിലാണ്. കാരണം ഈ ഭദ്രാശ്രമത്തെ ഭരിച്ചത് മലങ്കരയുടെ ഗർജിക്കുന്ന സിംഹമെന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട മീഖായൽമാർ ദീപദാസ് തിരുമേനിയാണ്. തന്റെ ജീവിതം പോലും തന്റെ അസുഖം പോലും മാറ്റിവെച്ച് സഭാ കേസിന് ഈ പറഞ്ഞ മുൻപ് കേസ് നടത്തിയവരെ പോലെയല്ല, ചതിക്കുന്ന കൂട്ടരെ പോലെയല്ല, 5 സ്റ്റാർ ഹോട്ടലിൽ അന്തിയുറങ്ങി നമ്മുടെ രേഖകൾ മെത്രാൻകക്ഷിക്ക് കൈമാറിയ മിലിറ്റിയേഴ്സിനെ പോലെയുള്ള വ്യക്തിയല്ലായിരുന്നു പുതിയൊരു ടൂറിലസ് തിരുമേനി. പ്രിയമുള്ളവരെ, തിരുമേനിയുടെ ധീരമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിരണഭദ്രാശ്രമം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയും, യാക്കോബായ സഭയിൽ നിരണഭദ്രാശ്രമത്തിന്റെ ശക്തി, വിശ്വാസം, ഊർജ്ജസ്വലതയും എന്നും ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് ചെറുതെന്ന് പറഞ്ഞൊരിക്കലും നിങ്ങൾ പുറകോട്ട് നിൽക്കേണ്ട. ഞങ്ങളുടെ പ്രതീക്ഷ യാക്കോബായക്കാരുടെ പ്രതീക്ഷ ഇപ്പം തെക്കൻ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബായ സഭയുടെ പ്രതീക്ഷ ഇപ്പം തെക്ക് മദ്രാസ് തെക്കോട്ട് നടക്കുന്നത് വിഭജിക്കുകയല്ല പ്രിയമുള്ളവരെ. പക്ഷേ ധീരതയോടെ മുന്നണിയിൽ നിൽക്കുന്ന അഭിയന്ത്രിമാർക്ക് ഉള്ള ഒരു മദ്രാശ്രമം, അത് ധീരമായ നേതൃത്വം കൊടുക്കുന്ന അഭിയന്ത്ര മാത്രമല്ല മറ്റു മതമേധന്മാരുടെ ഇടയിൽ, മറ്റു മതങ്ങളുടെ
നാട്ടുവഴിയിൽ എന്തെന്നറിയപ്പെടുന്ന ഒരു നാമമാണ് ഗീവർഗീസ് മാർ കൂറുലോസ് തിരുമേനിയുടേത്. ആ നാമം അങ്ങനെ ഉയരട്ടെ, നമ്മുടെ സഭ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിയന്ത പിതാവിന്റെ തൃപ്പാദങ്ങൾ യാക്കോബായ സഭയ്ക്കുള്ള സമരസഭയ്ക്കുള്ള സ്നേഹവും നന്ദിയും വളരെ വിനയത്തോടെ അറിയുകയാണ്. അതുപോലെ തന്നെ അഭിയന്ത പിതാവായ ദേവദോസിയോസ് തിരുമേനി, ഞാൻ പറഞ്ഞു, ഈ ഭദ്രാസനങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്ത ചൈതന്യമുള്ള പിതാക്കന്മാരായിരുന്നു. ഒരൊറ്റ കാരണമുണ്ട്, ഭദ്രാസനം വളരുകയാണ്, ഉയരുകയാണ്. ആ ഭദ്രാസനത്തിന് ഭദ്രാസനത്തിൽ ധീരമായ നേതൃത്വം കൊടുക്കുന്ന ഇപ്പൊ തിരുമേനി, പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കടന്നു വന്നു. തിരുമേനി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, തിരുമേനി ആരും ഇവിടെ ഇല്ലെങ്കിൽ, മറ്റു ഭദ്രാസന്മാർ വന്നില്ലെങ്കിൽ എന്നെ ഒരു ഫോൺ കോൾ വിളിച്ചാൽ മതി, ഞാൻ കടന്നു വരുമെന്ന് പറഞ്ഞു അത്രത്തോളം ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന അഭിയന്ത പിതാവായ തിരുമേനിയോട് സഭയ്ക്കുള്ള ഈ സമരസമിതിക്കുള്ള നന്ദിയും സ്നേഹവും വളരെ വിനയത്തോടെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീഗോറിയോസിനായ ഭദ്രാസനത്തിന്റെ കല്ലിശ്ശേരി മേഖലയിലെ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിനിടയിലും ഇവിടെ കടന്നു വന്ന് 11 മണിക്ക് ഒരു വിവാഹ ആശീർവാദം നടത്താനുള്ളതാണ്. പക്ഷേ അതിന്റെ ഇടയിലും സമയം കണ്ടെത്തി ഇവിടെ കടന്നു വന്ന് ഇതിന് ഉദ്ഘാടനം നിർവഹിച്ച അഭിയന്ത പിതാവിനോടുള്ള സ്നേഹവും നന്ദിയും സഭയ്ക്ക് വേണ്ടി, സമരസമിതിക്ക് വേണ്ടി തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. ഭദ്രാസന സെക്രട്ടറി വളരെ വന്യ നോബിളച്ചൻ, ദാനിയലച്ചൻ, അതുപോലെ നമുക്ക് ഗാനങ്ങൾ ആരംഭിച്ച് നമ്മളെ ഓർമ്മയിൽ കൊള്ളിച്ച വളരെ ബഹുമാനപ്പെട്ട സച്ചൻ, വന്യതായ വൈദിക ശ്രേഷ്ഠരെല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇവിടെ കടന്നു വന്നെല്ലാത്തിനുമുപരിയായി പ്രിയമുള്ളവരെ, യാക്കോബായ സഭ അത് ഊറ്റം കൊള്ളുന്നത് സാധാരണക്കാരായ വിശ്വാസികളിലാണ്. ഇവിടെ കടന്നു വന്ന് എല്ലാ തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് ഇവിടെ കടന്നു വന്ന നിങ്ങളുടെ ഭദ്രാസനത്തിലെ എല്ലാ വിശ്വാസികളോടും, അതുപോലെ മറ്റുള്ള തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വിശ്വാസികള്, അത് നേതൃത്വം കൊടുക്കുന്ന അച്ഛൻ, കൊങ്ങമ്മോട് പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ജനങ്ങള് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് എല്ലാവരും കസേര തിരികെ എടുത്തുകൊണ്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ചെന്നിട്ട് ഉച്ചപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ച് തുടർന്ന് സെന്റ് പീറ്റേഴ്സിൽ നമ്മുടെ സമരപരിപാടികൾ തുടരുന്നതായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.